ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ആനിമേഷനിലേക്ക് കടക്കുകയാണ്. ഇതിലെന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെൻ ടൂൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ആ പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ആനിമേഷൻസ് ഒന്ന് ചെയ്ത് പഠിക്കാൻ പോവാണ്. അതേ രൂപത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഷേപ്സ് യൂസ് ചെയ്യുകയാണെങ്കിലും അതുപോലെ ടെക്സ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും എല്ലാത്തിനും സെയിം രൂപത്തിൽ തന്നെയാണ് നമ്മൾ ആനിമേഷൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബേസ് നിങ്ങൾക്ക് മനസ്സിലായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് നമ്മളൊരു ഈ ഒരു പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു കേവ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇതാ ഈ ഒരു രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കേവ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കേവിനെ നമുക്കൊന്ന് ആനിമേറ്റ് ചെയ്യാം. ആനിമേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നിലവിൽ ഇതിൽ ചേഞ്ചസ് വരുത്താൻ പോകുന്നത്, ആദ്യം നമുക്കിതിൽ കുറച്ച് ഡാഷസ് കൊണ്ടുവരണം. ഡാഷസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ കണ്ടൻസിൽ പോയിട്ട് ഷേപ്പിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇവിടെ സ്ട്രോക്കിൽ വന്നിട്ട് നമ്മളൊന്ന് ഡാഷസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഡാഷസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഡാഷസ് വെറുതെ അങ്ങോട്ട് ചെയ്യല്ല, നമ്മൾ അതിനെ ആനിമേറ്റ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ടൈം ലൈൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റോപ്പ് വാച്ചിൻ്റെ ഈ ഒരു ഐക്കൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഡാഷസിൽ വന്നിട്ട് പ്ലസ് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ഡാഷിൻ്റെ ഇവിടെയായിട്ട് നിങ്ങൾ കണ്ടോ ഒരു സ്റ്റോപ്പ് വാച്ചിൻ്റെ ചിഹ്നം കണ്ടോ? അത് എവിടെ നിന്നാണോ നമുക്ക് ഡാഷസ് തുടങ്ങേണ്ടത് അവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യം സ്റ്റോപ്പ് വാച്ചിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഞാനിത് സീറോയിലിടുകയാണ്. സീറോയിലിട്ടതിന് ശേഷം ഞാൻ സ്റ്റോപ്പ് വാച്ചിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. സ്റ്റോപ്പ് വാച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ ഇവിടെയായിട്ടൊരു ചിഹ്നം വന്നിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു സ്റ്റോപ്പ് വാച്ച് തുടങ്ങുന്ന സ്ഥലത്ത് എത്രയാണ് വേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. 0 ആണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഒരു 10 സെക്കൻഡ് ആകുമ്പോൾ അല്ലെങ്കിൽ വേണ്ട ഒരു 6 സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, 6 സെക്കൻഡിൽ ഇത് കൊണ്ടുവച്ചതിന് ശേഷം നമുക്കത് കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 6 സെക്കൻഡ് ആയപ്പോൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൂട്ടി കൊടുത്ത സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു പോയിന്റ് കൂടി വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ ഒരു സ്റ്റോപ്പ് വാച്ചിൻ്റെ ഒരു എൻഡ് പോയിന്റ് വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളാണ് കേട്ടോ, ഇതേ രൂപത്തിൽ നിങ്ങൾ നോക്കി പോയാൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാണ്. പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ആനിമേറ്റ് ആയി ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് വളരെ നല്ല രസത്തിൽ ഇങ്ങനെ ആനിമേറ്റ് ആയി വന്നിട്ടുണ്ട്. അങ്ങനെ എൻഡ് പോയിന്റ് എത്തുന്നത് വരെ നല്ല വൃത്തിക്ക് അത് ആനിമേറ്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ആനിമേഷൻ ചെയ്തെടുക്കുന്നത്. ഏത് ആനിമേഷൻ ചെയ്യണമെങ്കിലും ഈ ഒരു സ്റ്റോപ്പ് വാച്ചിൻ്റെ ഈ ഒരു ഐക്കണാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൽ ഓഫ്സെറ്റ് കൊണ്ടുവരാം. ഓക്കെ, ഓഫ്സെറ്റ് കൊണ്ടുവന്ന് നോക്കാം. ഞാൻ നിലവിൽ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഈ ഡാഷസ് ഒന്ന് ഓഫ് ആക്കുകയാണ്. ഡാഷ് ഇനി എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് അറ്റ് എ ടൈം കൊടുക്കാം. പക്ഷെ നമുക്കിത് മനസ്സിലാവണമെങ്കിൽ ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഓഫ്സെറ്റ് കൊണ്ടുവരാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ നിലവിൽ ഡാഷസിൻ്റെ ആനിമേഷൻ ഓഫ് ആക്കിയിട്ടുണ്ട്. ആ ഒരു സ്റ്റോപ്പ് വാച്ചിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ആക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ ഇത്ര ഡാഷസ് ഞാനിവിടെ കൊണ്ടുവരാണ്. ഓക്കെ, നോർമൽ ഡാഷസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മൂവ് ചെയ്യുന്നതിനാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓഫ്സെറ്റിൽ ആദ്യം 0-ൽ ഇട്ടിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു 0-ൽ ഇട്ടിട്ട് ഞാൻ ഇതിൻ്റെ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യാണ്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് വാച്ച് ഓൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 6 സെക്കൻഡിൽ ഇട്ടിട്ട് ഞാൻ സ്റ്റോപ്പ് വാച്ച് ഒന്ന് കൂട്ടി ഈ ഒരു ഓഫ്സെറ്റ് ഒന്ന് കൂട്ടി കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഓഫ്സെറ്റ് ഞാൻ നല്ല രീതിയിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എൻഡ് പോയിന്റ് വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനത് കൂട്ടിയിട്ടിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ ഈ ഒരു പോയിന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് ഓട്ടോമാറ്റിക് വന്നോളും. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിങ്ങനെ മൂവ് ആവുന്നത് കാണാൻ പറ്റും. അതിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കുറയ്ക്കാനൊക്കെ പറ്റും. അത് ഈ ഓഫ്സെറ്റ് കൂട്ടുന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ, ഇത് നമുക്ക് 1-2 പോയിന്റ് അല്ല കേട്ടോ, ഇനിയും പോയിന്റ് വേണമെങ്കിൽ ജസ്റ്റ് ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, ഞാൻ ഈ ഒരു 10-ൽ കൊണ്ടുവച്ചിട്ട് ഞാൻ വീണ്ടും ഇത് കൂട്ടാൻ പോവാണ്. ഓക്കെ, 10-ൽ കൊണ്ടുവച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, വീണ്ടും ഇത് കൂട്ടിയിട്ട് അപ്പോൾ അവിടെ വീണ്ടും ഒരു പോയിന്റ് വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, പ്ലേ ചെയ്യാണ്. പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ രൂപത്തിൽ തന്നെ ഇത് പ്ലേ ആവുന്നത് കാണാൻ പറ്റും. അങ്ങനെ 6 സെക്കൻഡ് കഴിഞ്ഞാലും നമ്മൾ രണ്ടാമതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ആനിമേഷൻ അവിടെ വർക്ക് ആവുന്നതായിരിക്കും. കുറച്ചുകൂടി സ്പീഡ് കൂടിയില്ലേ, കാരണം നമ്മൾ കുറച്ചുകൂടി കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സ്പീഡ് കൂടിയില്ലേ. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആനിമേഷൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഓഫ്സെറ്റാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ പാത്ത് കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ പറയാതെ വിട്ടുപോയതല്ല, നമ്മൾ ഈ ഒരു ആനിമേഷൻ്റെ സമയത്ത് പറയാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തതായിരുന്നു. ഇവിടെ മുകളിലായിട്ട് ഒരു പാത്ത് ഒന്ന് കാണാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ പാത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ നിലവിൽ എന്ത് ചെയ്യണം, ഈ ഒരു പാത്തിൽ പോവാണ്. പാത്തിൽ പോയിട്ട് ഞാൻ ആദ്യം സ്റ്റോപ്പ് വാച്ച് ഒന്ന് ഓൺ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ എത്തുമ്പം എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ നിലവിൽ എന്ത് ചെയ്യാണ്,
ജസ്റ്റ് നമ്മളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് ഇതിനെ ഏകദേശം മാറ്റിയിട്ടുണ്ട്. മാറ്റിയ സമയത്ത് ഇവിടെ പുതിയൊരു പോയിന്റ് വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് വെച്ചിട്ട് ഞാൻ വീണ്ടും ചേഞ്ച് വരുത്താൻ പോവാണ് കേട്ടോ. വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ കുറച്ചുകൂടി വേറൊരു ഷേപ്പിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ഓക്കെ, ഇത് നമ്മൾ ഇതിൻ്റെ പാത്തിനെ ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഓരോ പോയിന്റ്സിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പാത്തും മാറും, അതുപോലെ തന്നെ ഓഫ്സെറ്റും മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ പാത്തും മാറുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഓഫ്സെറ്റും ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ആനിമേഷൻസ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇതൊരു വൃത്തിയില്ലാത്ത രൂപത്തിൽ കാണുന്നത്. ഇത് നമ്മൾ ടൈം എടുത്ത് ഇതിന് വേണ്ടി ഇരുന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് വാച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ്, അതായത് ഇതിന് കീ ഫ്രെയിം എന്നാണ് കേട്ടോ പറയാം. ഈ കീ ഫ്രെയിം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആനിമേഷൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഏത് ഷേപ്പാണെങ്കിലും നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സ്ട്രോക്കിൽ വന്നു കഴിഞ്ഞാൽ സ്ട്രോക്കിൻ്റെ എല്ലാത്തിൻ്റെ സൈഡിലും നിങ്ങൾ കണ്ടോ ഈ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാനുള്ള സ്റ്റോപ്പ് വാച്ചിൻ്റെ ചിഹ്നം നിങ്ങൾ കണ്ടോ? ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കളറൊന്ന് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് സ്റ്റോപ്പ് വാച്ച് കളറിൻ്റെ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യാണ്. അതിനുശേഷം ഞാൻ ഈ കളർ വൈറ്റ് തന്നെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു 0.6 കൊണ്ടുവന്നിട്ട് ഞാൻ ഇതിൻ്റെ കളറൊന്ന് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഞാൻ റെഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഓഫ്സെറ്റും നടക്കുന്നുണ്ട്, പാത്തും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ കളറും ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ആനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഒപ്പാസിറ്റി ചെയ്യാൻ പറ്റും, സ്ട്രോക്കിൻ്റെ വിഡ്ത്തിന് ചെയ്യാൻ പറ്റും. വേണം ഞാൻ സ്ട്രോക്കിൻ്റെ വിഡ്ത്തൂടി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ 0 കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ സ്റ്റോപ്പ് വാച്ച് ഓൺ അതായത് കീ ഫ്രെയിം കൊടുക്കുകയാണ്. അതിനുശേഷം 6 ഇടുകയാണ്. 6 ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നല്ല രീതിയിൽ ഈ സ്ട്രോക്ക് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ 4ഉം 5ഉം ആനിമേഷനാണ് കേട്ടോ അറ്റ് എ ടൈം നടക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് കൂടി വരുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാം നടക്കുന്നുണ്ട്, കളറും ചേഞ്ച് ആവുന്നുണ്ട്, അതിൻ്റെ തിക്നെസ്സും കൂടി വരുന്നുണ്ട്, സ്ട്രോക്കിൻ്റെ സൈസും കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് ആനിമേഷൻസ് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു ക്ലാസ് മാത്രം നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് അങ്ങനെ തന്നെ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് പഠിച്ച് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ പറഞ്ഞ ബേസ് നിങ്ങൾക്ക് സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കേണ്ട, അതായത് കീ ഫ്രെയിം ആഡ് ചെയ്യേണ്ടതിൻ്റെ ബേസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള എല്ലാം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. ഇത് ആഫ്റ്റർ എഫക്ട്സ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. ഓക്കെ.